വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാർട്ടൂൺ ഇമേജുകൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കാർട്ടൂൺ ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ആദ്യം വേണ്ടത് ട്യൂൺ ആപ്പ് എന്നുള്ള ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പണായി വരിക. അതിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓഫറുമുണ്ട്. അല്ലാതെ ഫ്രീ ട്രയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട പിക്ചർ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ആ പിക്ചർ ടൂണാപ്പിൽ ഓപ്പണായി വരും. ഓപ്പണായി വരുവാൻ കുറച്ച് ടൈം എടുക്കും. ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ മോഡൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് കിട്ടുക. വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ട് ഇതിൽ നിന്ന് ബാക്ക് പോയി കഴിയുമ്പോൾ ആ ഓപ്പൺ ചെയ്ത് വെച്ച പിക്ചർ നിങ്ങൾക്ക് ഔട്ട്പുട്ടായി കിട്ടില്ല. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് സമയം എടുത്തതിന് ശേഷം ഇതുപോലൊരു ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ അത് കിട്ടുകയുള്ളൂ. സ്ക്രീൻഷോട്ട് അല്ല നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ടൂണാപ്പ് എന്നുള്ള വാട്ടർമാർക്ക് അവിടെ ഉണ്ടാവും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരും. അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുകളിലുള്ള സ്കിപ്പ് കൊടുത്താലും അത് ഓപ്പണായി വരുന്നതാണ്. അങ്ങനെ ഓപ്പണായി വന്നതിന് ശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ പ്ലസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. വിൻഡോ ഓപ്പണായി വന്നതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ബോഡി പാർട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷം ചെയ്യുന്നത് ബോഡി പാർട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുക. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് ബോഡി പാർട്സിൻ്റെ ലിങ്ക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അത് ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്യുമ്പോൾ തലഭാഗത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഈ രൂപത്തിൽ കിട്ടും. അതിനുശേഷം ആ ഫേസ് മാത്രം കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കട്ട് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെയുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പേഴ്സൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഫേസ് മാത്രം മാർക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് കിട്ടിയിട്ട് എവിടെയെങ്കിലും കളയുവാനുണ്ടെങ്കിൽ ഇതുപോലെ എറേസ് എന്നുള്ള ടൂൾ ഉപയോഗിച്ച് കളയാവുന്നതാണ്. ഇപ്പോൾ ഫേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ ഈ എറേസർ ടൂൾ ഉപയോഗിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ കളഞ്ഞെടുക്കുക. കളഞ്ഞെടുത്തിട്ട് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ടൂളും ഉപയോഗിക്കാം. റീസ്റ്റോർ എന്നുള്ളത് അതായത് അധികമായിട്ട് കളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി അത് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. അങ്ങനെ റീസ്റ്റോർ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അധികമായിട്ട് കളഞ്ഞു പോയ ഭാഗം ഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നേരത്തെ കൊണ്ടുവന്ന ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അതിനെ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അത് ലെവൽ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് വേണ്ടത് എന്ന് കരുതിയാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ബോഡി പാർട്സിലെ കളറും മുഖത്തിലെ കളറും ഏകദേശം ഒരുപോലെ ആക്കുവാൻ വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായി അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കോൺട്രാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് കളർ ചേഞ്ചും കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. കളർ കോമ്പിനേഷൻ എന്നുള്ളത് പോലെ തന്നെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ
നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ കുറയ്ക്കുന്ന ഒരു ഓപ്ഷനാണത്. അതും നിങ്ങൾക്ക് വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനിയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. അതായത് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനായിട്ട് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ ടൂൾസിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ടൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ക്രോപ്പ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. എന്നിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. താഴോട്ട് അധികം ഭാഗം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ വേറൊരു ബോഡി പാർട്സ് എടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ആ താഴത്തെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാർട്ടൂണുകൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള നല്ല നല്ല ടെക് വീഡിയോസ് കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ടെക്നോ ടച്ച് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് അനുഭവപ്പെട്ടേക്കാം. അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.